ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ പവിത്രം സീരിയലിൻ്റെ 25ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേദ അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് വിക്രമിൻ്റെ വീട്ടിലേക്ക് വന്നതായിരുന്നു. വീടിൻ്റെ അടുത്ത് എത്തിയപ്പം പഴയ വീടിൻ്റെ സ്ഥാനത്ത് പുതിയൊരു വീടാണ് കാണുന്നത്. പഴയ വീടിൻ്റെ യാതൊരു ഓർമ്മകളും അവിടെ അവശേഷിക്കുന്നില്ല. വേദയ്ക്ക് അത് കാണുമ്പോൾ വലിയ സങ്കടം വരികയാണ് കേട്ടോ. കാരണം വേദ ആ പഴയ വീട്ടിൽ വന്ന് കയറുന്നതും അവിടെ ആദ്യമായിട്ട് ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നതും ആ കാര്യങ്ങളൊക്കെ വേദയുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ്. അങ്ങനെ വീടിൻ്റെ മുറ്റത്തെത്തുമ്പം കുഞ്ഞ് ചോദിക്കുന്നുണ്ട്, ഇത് ആരുടെ വീടാമ്മേ? അതറിയില്ല. അപ്പോൾ നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇവിടെ ഒരു പഴയ വീടുണ്ടായിരുന്നു, അത് അമ്മയുടെ വീടായിരുന്നോ? അതെ, അതും അമ്മയുടെ വീടായിരുന്നു. അങ്ങനെ വാ നമുക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് തിരികെ അവർ വണ്ടിയിൽ വീണ്ടും യാത്ര ചെയ്യാണ്. ആ സമയത്ത് മോള് ചോദിക്കുന്നുണ്ട്, ആ വീട് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഗൗരി മോൾക്ക് കാണാമായിരുന്നു അല്ലേ? ആ വീട് മാത്രമല്ല മോളെ, ആ വീട്ടിലുള്ളവരെയും മോൾക്ക് കാണാമായിരുന്നു. മോൾക്ക് ആ വീട് കാണണോ എന്ന് ചോദിച്ചിട്ട് ഫോൺ എടുത്തിട്ട് മോൾക്ക് ആ പഴയ വീട് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഗൗരിമോൾ പറയുന്നുണ്ട്, എന്ത് ഭംഗിയാ വീട് കാണാൻ. ഇതേ സമയം തരുണാണെന്നുണ്ടെങ്കിലോ വേദയും കുഞ്ഞിനെയും കാണാഞ്ഞിട്ട് ആകെ ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് തരുണ് അമ്മയുടെ അടുത്ത് ചൂടാവുന്നുണ്ട്. അമ്മയ്ക്ക് പറയായിരുന്നില്ലേ വേദയോട് കുഞ്ഞിനെയും കൊണ്ട് തനിച്ച് പോകരുതെന്ന്? അമ്മ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. തരുൺ വീണ്ടും പറയാണ്, എന്ത് അവകാശമുണ്ട് അവൾക്ക് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് പോവാൻ? അതിന് നീ എന്തിനാ മോനെ ഇങ്ങനെ പേടിക്കുന്നത്? വേദയല്ലേ കുഞ്ഞിനെയും കൊണ്ട് പോയത്. അതിനമ്മേ കുഞ്ഞിന് വല്ലതും പറ്റിക്കഴിഞ്ഞാൽ അവൾക്ക് എന്താ പ്രശ്നം? എനിക്കല്ലേ നഷ്ടം, അവൾക്കൊരു നഷ്ടമില്ലല്ലോ. അമ്മയ്ക്ക് എവിടേക്കാണെന്നെങ്കിലും ചോദിക്കായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട്, അതിന് ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ടല്ലേ അവൾ പോയത്, ഇത്രയും വൈകുമെന്ന് ഞാൻ അറിഞ്ഞോ? അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വേദ കാറിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ജോലിക്കാരി വേഗം ഓടി വന്നിട്ട് പറയുന്നുണ്ട് വേദയും കുഞ്ഞും വന്നിട്ടുണ്ടെന്ന്. അന്നേരം തരുണിൻ്റെ അമ്മ പറയാണ്, ദേ മോനെ, കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ചിട്ട് നീയും വേദയും ഒരു സംസാരവും പാടില്ല, അതെനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. ഇനി നിനക്ക് അവളോട് വല്ലതും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അത് കുഞ്ഞിനെ മാറ്റി നിർത്തിയിട്ട് വേണം എന്ന് പറയുമ്പോൾ തരുൺ ഇങ്ങനെ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് വരികയാണ്. അങ്ങനെ തരുൺ ഓടി വന്നിട്ട് കുഞ്ഞിനെ എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോളെ എവിടേക്ക് പോയി? അച്ഛാ, ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് പോയി, അമ്മ ഒരുപാട് സ്ഥലത്ത് എന്നെ കൊണ്ടുപോയി കാണോ, എങ്കിൽ മോള് വേഗം പോയി മേല് കഴുകുക എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ കൂടെ കുഞ്ഞിനെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ വേദ അകത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ തരുൺ പറയും, വേദ അവിടെ നിൽക്ക്, ഇനി ഇത് ആവർത്തിക്കരുത് കേട്ടോ. എന്ത്? കുഞ്ഞിനെയും കൊണ്ട് ഇനി മേലാൽ പുറത്തേക്ക് പോകരുത്. അതിന് ഞാനല്ലേ കുഞ്ഞിനെയും കൊണ്ട് പോയത്, അതുകൊണ്ട് തന്നെ പറഞ്ഞത് പോവണ്ടാന്ന്. മനസ്സിലായില്ലേ? മനസ്സിലായില്ല? എൻ്റെയും കൂടെ കുഞ്ഞല്ലേ അവള് എന്ന് പറയുമ്പോൾ തരുൺ പറയുന്നുണ്ട്, അല്ല വേദ കുഞ്ഞിനെ നോക്കാൻ വന്ന ഒരാൾ മാത്രമാണ്. അവൾക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ, അവൾ സംസാരിക്കാൻ തുടങ്ങിയ നാൾ മുതൽ അമ്മയെന്ന് വിളിച്ചു തുടങ്ങി. ഞാനത് എതിർത്തുമില്ല, അത്രമാത്രം. അവൾക്ക് വല്ലതും സംഭവിച്ചിരുന്നെങ്കിലോ? തനിക്കറിയാലോ, താൻ കാരണമാണ് ആ റെയ്ഡ് നടത്തിയതിൻ്റെ പേരിലാണ് മോൾക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത്. ഇനിയും അതിൻ്റെ പേരിൽ മോൾക്ക് എന്തെങ്കിലും സംഭവിക്കാൻ ഞാൻ അതിന് അവസരം ഉണ്ടാക്കി തരില്ല. അതുകൊണ്ട് മേലിനി ഇത് ആവർത്തിക്കരുത് എന്ന് പറയുമ്പം വേദ പറയുന്നുണ്ട്, എൻ്റെ മോൾക്ക് അപകടം വരുത്താൻ ഞാൻ സമ്മതിക്കേ, അതിന് കാരണം എന്താണെന്നറിയോ എന്ന് പറഞ്ഞ് തുടങ്ങാൻ നിൽക്കുമ്പോൾ തരുണിൻ്റെ അമ്മ പെട്ടെന്ന് അവിടേക്ക് വരികയാണ്. വേദ എല്ലാ സത്യങ്ങളും തരുണിൻ്റെ അടുത്ത് വിളിച്ചു പറയും എന്നുള്ളൊരു ഭയം അമ്മയ്ക്കുണ്ടായിരുന്നു. അങ്ങനെ അമ്മ മോളെ എന്ന് വിളിച്ചിട്ട് പറയും, ഗൗരി മോളെ ഇപ്പം മേല് കഴുകി വരും, അവളുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ വേണോ നിങ്ങളുടെ ഈ സംസാരം? വേദ അകത്ത് പോയതിന് ശേഷം അമ്മ തരുണിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, മോനെ നീ എന്തൊക്കെയാണ് സംസാരിക്കുന്നത്, നിനക്ക് വല്ല ബോധമുണ്ടോ? അമ്മേ, പിന്നെ ഞാൻ എന്ത് ചെയ്യണം? നീ ഒരു കാര്യം മനസ്സിലാക്കണം, കാര്യം നിൻ്റെ കുഞ്ഞായിരിക്കും, പക്ഷെ അവളുടെ നെഞ്ചിലെ ചൂടേറ്റിട്ടാണ് ആ കുഞ്ഞ് വളർന്നത്, അത് നീ മറക്കരുത്. നമ്മൾ കടുപ്പിച്ച് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോൾ അതൊരു നന്ദികേടായി മാറരുത്. ദൈവത്തിനെ മറന്നുകൊണ്ട് ഉള്ള ഒരു കാര്യവും ചെയ്യരുത് എന്നൊക്കെ പറയുമ്പം തരുൺ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അങ്ങനെ അമ്മ അകത്ത് ചെന്ന് നോക്കുമ്പോൾ വേദ ഇങ്ങനെ പൊട്ടിക്കറിയാണ് കേട്ടോ. അന്നേരം വേദയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ ഇതുകൊണ്ടാണ് അമ്മ ആദ്യം തന്നെ ചോദിച്ചത്, പുറത്ത് പോകുമ്പോൾ ഇപ്പോൾ കണ്ടില്ലേ, പോട്ടെ, എല്ലാം ശരിയാവും മോളെ, മോളിങ്ങനെ വിഷമിക്കല്ലേ, കുറച്ചു കാലം കൂടെ ഇതിങ്ങനെ തന്നെ പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വേദയെ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇന്ന് മോള് അവൻ്റെ അടുത്ത് എല്ലാ സത്യങ്ങളും തുറന്നു പറയായിരുന്നെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാ സത്യങ്ങളും തുറന്ന് പറയുമ്പം എൻ്റെ മകൻ തകരുമായിരിക്കും, പക്ഷേ നീ ഗൗരിമോളുടെ ഭാവി ആലോചിച്ചിട്ടുണ്ടോ? ഗൗരിമോൾക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് നീ ആലോചിച്ചിട്ടുണ്ടോ? എല്ലാം ശരിയാവും, നമുക്ക് കുറച്ച് കാലം കൂടെ ഇങ്ങനെ കാത്തിരിക്കാം എന്നൊക്കെ പറഞ്ഞ് വേദയെ വീണ്ടും ആശ്വസിപ്പിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് തരുണ് ആൻഡ്രൂ സാറിൻ്റെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ.
അങ്ങനെ വന്ന് ഇറങ്ങുന്ന സമയത്ത് ആൻഡ്രൂ സാറിന് മനസ്സിലാവുന്നില്ല. പക്ഷേ തരുണിൻ്റെ അച്ഛൻ്റെ പേര് പറയുമ്പം സാറിന് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അയ്യോ തരുൺ സാറായിരുന്നോ, എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല കേട്ടോ, വാ അകത്തേക്ക് വാ, കയറിയിരിക്കേ എന്ന് പറയുമ്പോൾ ഇല്ല, ഞാൻ ചായ കുടിക്കാനൊന്നും നിൽക്കുന്നില്ല, ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് വന്നതാ. സാറ് ഡൽഹിയിലല്ലായിരുന്നോ എന്നാ നാട്ടിലെത്തിയത്? ഞാനിപ്പോൾ നാട്ടിലാണ്. നാട്ടിലെന്ന് പറയുമ്പം തമിഴ്നാട്ടിലാണ്, തമിഴ്നാട് ബോർഡറിലാണ് ഡ്യൂട്ടി. അത് കന്യാകുമാരിക്ക് അടുത്താണ്. നാട്ടിലിവിടെ അമ്മയും മോളും ഉണ്ട്. ഞാനും വൈഫും ആഴ്ചയിലൊരിക്കൽ നാട്ടിലേക്ക് വരുള്ളൂ. അപ്പം കുഞ്ഞിനെ നോക്കാൻ എനിക്കൊരാളെ വേണം. കുഞ്ഞിനെ നോക്കാൻ ഒരാളെ തിരഞ്ഞാണോ എൻ്റെ അടുത്തേക്ക് വന്നത്? അതിന് എത്ര മാർഗങ്ങളുണ്ട്, നെറ്റിലൊന്ന് സെർച്ച് ചെയ്താൽ പോരെ? അത് പോരാ എന്ന് പറഞ്ഞിട്ട് നടന്ന കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഒരുപാട് ശത്രുക്കളെ ഞാനും വൈഫും സമ്പാദിച്ചിട്ടുണ്ട്. അപ്പം ഫുൾ ടൈം കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന, കുഞ്ഞിൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരാളെയാണ് എനിക്ക് വേണ്ടത്. ഫുൾ ടൈം മോളുടെ കൂടെ ഒരു ബോഡി ഗാർഡായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരാളെയാണ് വേണ്ടത്. ആളെ എനിക്ക് കിട്ടാനിട്ടല്ല, പക്ഷേ എനിക്കിവിടെ നാട്ടിൽ സാറായിട്ട് ആണ് പരിചയം. അപ്പം സാറിനെ അതൊന്ന് എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരണം. സാറിങ്ങനെ ഒന്ന് ആലോചിക്കുന്നുണ്ട് അങ്ങനെ ഒരാളെ ഇപ്പോൾ ആരാണെന്നുള്ള രീതിയിൽ. അപ്പോൾ ശരി, ഞാൻ എങ്ങനെയെങ്കിലും ശരിയാക്കി തരാം എന്ന് പറയുമ്പം ഓക്കെ എന്ന് പറഞ്ഞിട്ട് തരുൺ അവിടുന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആൻഡ്രൂ സാറ് വിക്രമിൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വിക്രം ചിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, സാർ എന്താ ഈ പറയുന്നത്? ഞാനൊരു കുഞ്ഞിൻ്റെ കൂടെ, കുഞ്ഞിൻ്റെ ഒരു ബോഡി ഗാർഡായിട്ട് നിൽക്കാനോ? ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ ഒന്ന് മനസ്സിലാക്ക്. ആ കുഞ്ഞിൻ്റെ ജീവൻ അപകടത്തിലാണ്. അതുകൊണ്ടാണ് ആ സാറ് എന്നെ തേടി വന്നത്. അവരും വൈഫും സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ സർവീസിൽ ഇങ്ങനെ ഒരു ഇത് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് താനും. എനിക്ക് ആ ഫാമിലിയായിട്ട് അത്രയും അടുത്ത ബന്ധമാണ്. എനിക്ക് നോ പറയാൻ പറ്റാത്ത ഒരു ഫാമിലിയാണത്. എനിക്ക് അത്രയും വിശ്വസ്തനായിട്ട് ഒരാളെ പറഞ്ഞു കൊടുക്കാൻ നീയല്ലാതെ മറ്റൊരാളെ ഞാൻ കണ്ടില്ല. അപ്പം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അവർക്കും വേണ്ടത് ഒരു ഗുണ്ടയാണ് അല്ല സാറേ എന്ന് പറയുമ്പോൾ, അങ്ങനെ നീ എടുക്കല്ലേ, ഒന്നുമില്ലെങ്കിലും ഒരു കുഞ്ഞിൻ്റെ കൂടെ അല്ലേടാ, ആ കുഞ്ഞിൻ്റെ കളിയും ചിരിയും കാണുമ്പം നിനക്കൊരു ആശ്വാസം കിട്ടില്ലേ? അതുമാത്രമല്ല, ചിലപ്പം നിൻ്റെ ജീവിതം തന്നെ എന്തെങ്കിലും അടിമുടി മാറിയാലോ. നിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിൻ്റെ വിദ്യാഭ്യാസമൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ജോലിയും നിനക്ക് തരപ്പെടുത്തി തരാൻ കഴിഞ്ഞെങ്കിലോ. എന്നാലും ഇതൊക്കെ ശരിയാവും സാറേ എന്ന് പറയുമ്പോൾ, ശരിയാവും, നിനക്ക് പറ്റും. നീ ഒരു കാര്യം ചെയ്യ്, ആദ്യം നിൻ്റെ ഈ താടി മുടിയൊക്കെ ഒന്ന് വെട്ട്, ഒന്നുമില്ലെങ്കിൽ ഒരു കൊച്ചിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു കൈ നോക്കാല്ലേ എന്ന് പറയുമ്പോൾ, ആ ശരി, ധൈര്യമായിട്ട് നോക്ക്, ഞാനല്ലേ പറയുന്നത് എന്ന് പറയുമ്പോൾ വിക്രമും ആ ഒരു തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ വിക്രം നേരെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് ആ ഓണറും മാഷും കൂടെ ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ മാഷ് പുറത്തു കൂടെ വരുമ്പം ആ ഓണർ ചോദിക്കുന്നുണ്ട്, മാഷ് എന്തിനാ ഇങ്ങനെ പുറകിലൂടെ വന്നത്? ആ വാതിൽ നിന്ന് തട്ടിയേ പോരായിരുന്നോ? ഞാൻ തുറന്നു തരായിരുന്നല്ലോ. ഇനി ഒരു കാര്യം ചെയ്യാം, പകൽ മുഴുവൻ ആ വാതിൽ അങ്ങ് തുറന്നിടാം. നിങ്ങൾ വന്നതിന് ശേഷം ഞങ്ങളുടെ പ്രിയപ്പെട്ട ആരൊക്കെയോ ആണെന്ന് ഒരു തോന്നലാണ് മാഷ്. അത് പറയുമ്പോൾ പറയും, ഞാനൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്താന്ന് പറഞ്ഞ് ചോദിക്കാൻ നിൽക്കുന്ന സമയത്താണ് വിക്രം ഓട്ടോയിൽ വന്നിറങ്ങുന്നത്. അങ്ങനെ വിക്രമിനെ കാണുമ്പോൾ, സാറില്ല, നമുക്ക് പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് വിക്രമിൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്തായി മോനെ പോയ കാര്യം? എനിക്കൊരു ജോലി ശരിയായി വെച്ചാ. ജോലിയോ? എന്ത് ജോലിയാണ്? അത് ഒരു വീട്ടിലാണ്. വീട്ടിലോ? അതെ, ഒരു കൊച്ചിനെ നോക്കാനോ? അന്നേരം ആ ഓണറും ചോദിക്കുന്നുണ്ട് കേട്ടോ, അത് വേണം മോനെ, നിനക്ക് ഇത്ര പഠിപ്പും വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിട്ട് ഒരു കുഞ്ഞിനെ നോക്കാനുള്ള ജോലിയാണോ ശരിയാക്കി തന്നത്? അങ്ങനെ എൻ്റെ പഠിപ്പും വിദ്യാഭ്യാസം കൊണ്ട് മാത്രം കാര്യമുണ്ടോ? എൻ്റെ ബാക്ക്ഗ്രൗണ്ടും അവർ ചെക്ക് ചെയ്യില്ലേ? ഏതൊരു സ്ഥാപനത്തിൽ ചെന്ന് ജോലി ചോദിച്ചാലും അവരാദ്യം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും നോക്കുക. ഒരുപാട് കാലം ജയിലിൽ കഴിഞ്ഞ ഒരാൾക്ക് ഏത് നല്ലൊരു ജോലിയാണ് കിട്ടാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ വിക്രം. ഇതാ അച്ഛൻ കരുതുന്ന പോലെ ഒരു ആയ പോലെയുള്ള ജോലിയല്ല, ഇതൊരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മകളാണ്. അതൊക്കെ കേൾക്കുമ്പോൾ മാഷിന് വീണ്ടും പേടി വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്നാലും മോനെ, നീ വീണ്ടും കുഴപ്പത്തിൽ ചെന്ന് ചാടുകയാണോ? ഇത് വേണോ നമുക്ക്? അപ്പോൾ വിക്രം പറയുന്നുണ്ട്, എന്തായാലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനല്ലേ, പോയി നോക്കാം, അവരായിട്ട് ഒരു ബന്ധമൊക്കെ സ്ഥാപിക്കുന്നത് നല്ലതല്ലേ. അന്നേരം ഹൗസ് ഓണറും പറയുന്നുണ്ട്, എന്തായാലും വിക്രം ഒന്ന് പോയി നോക്കട്ടെ മാഷേ, ചിലപ്പം വിക്രമിൻ്റെ ഭാവി ഇങ്ങനെ തെളിയാൻ പോകുന്നുണ്ടെങ്കിലോ. അങ്ങനെയൊക്കെ പറയുമ്പോൾ പിന്നെ മാഷും സമ്മതിക്കുകയാണ്. പിന്നെ ആകെയുള്ളൊരു വിഷമം എന്ന് പറയുന്നത് ആഴ്ചയിലൊരിക്കൽ വരാൻ പറ്റുള്ളൂ കേട്ടോ എന്ന് പറയുമ്പോൾ, അപ്പോൾ എൻ്റെ കാര്യങ്ങൾ അതിന് ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ മാഷേ
ആ സമയത്ത് ആത്മജ ഓട്ടോയിൽ വന്നിറങ്ങുന്നത്. അപ്പം ആത്മജ ചോദിക്കുന്നുണ്ട്, ആഹാ എന്താ 3 പേരും കൂടെ ഒരു ചർച്ച? അപ്പോൾ അവർ പറയുന്നുണ്ട് കേട്ടോ, വിക്രമിനൊരു ജോലി കിട്ടി. ആണോ? എന്ത് ജോലിയാ? അത് ഒരുപാട് സ്ഥലങ്ങളിൽ കറങ്ങി നടക്കുന്ന ജോലിയാണ്. ചിലപ്പോൾ മാളിലായിരിക്കും, ചിലപ്പോൾ സ്കൂളിലായിരിക്കും, ചിലപ്പോൾ വീട്ടിലായിരിക്കും. ആണോ? അപ്പോൾ പിന്നെ ബോറടിക്കൂലല്ലേ എന്ന് പറഞ്ഞിട്ട് ആത്മജ പറയുന്നുണ്ട്. എങ്കിൽ ജോലിക്കാരനും എല്ലാവരും ഇവിടെ നിൽക്ക്, ഞാൻ എല്ലാവർക്കും ഒരു ചായ ഇട്ടിട്ട് വരാം. അങ്ങനെ അവൾ അകത്ത് പോയ സമയത്തും മാഷിന് വീണ്ടും ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പം വിക്രം പറയുന്നുണ്ട്, അത് സാരമില്ല അച്ഛാ, എന്തായാലും ആകെയുള്ളൊരു വിഷമം എന്ന് പറയുന്നത് അച്ഛന് ആഴ്ചയിൽ ഒരു ദിവസം വന്ന് കാണാനേ പറ്റുള്ളൂ. എല്ലാ വെള്ളിയാഴ്ചയും ആ പോലീസുകാരനും അയാളുടെ വൈഫും ഇവിടെ നാട്ടിലെത്തും. ആ സമയത്ത് എനിക്ക് അച്ഛൻ്റെ കൂടെ കഴിയാം. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വിക്രം അച്ഛനെ ഇങ്ങനെ ചേർത്ത് നിർത്തുകയാണ്. അതോട് കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്.